മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ പേളിയുടെ കുടുംബത്തിലെ എടുത്തു പറഞ്ഞാൽ ശ്രീനിഷിൻ്റെ കുടുംബത്തിലെ രണ്ട് ഇരട്ട കുട്ടികളാണ് ഋതികയും ശ്രുതികയും. അമ്മായി അമ്മാവൻ എന്നാണ് ശരിക്കും പേളിയെയും ശ്രീനിഷിനെയും അവർ വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഡിസ്നി ലാൻഡിൽ തൻ്റെ മക്കളെ കൊണ്ടുപോയ സമയത്ത് ആ രണ്ട് കുട്ടികളെയും മറക്കാതെ കൂടെ കൊണ്ടുപോയിരിക്കുകയാണ് പേളി. വേണമെങ്കിൽ പേളിയുടെ സഹോദരി റേച്ചലിൻ്റെ രണ്ട് മക്കളെയും കൂടി കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ ആ സമയം പേളി തിരഞ്ഞെടുത്തത് ശ്രുതികയും ഋതികയുമായിരുന്നു. എന്തുമാത്രമാണ് ശ്രീനിഷിൻ്റെ കുടുംബത്തിന് പേളി ഒരു വില നൽകുന്നതെന്നും സ്നേഹം നൽകുന്നതെന്നും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. റേച്ചലിന് രണ്ട് മക്കളെയും കൊണ്ട് എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡിസ്നി ലാൻഡ്. അതുകൊണ്ട് തന്നെ അവർക്കത് സാധിക്കുകയും ചെയ്യും. പക്ഷേ ഋതികയും ശ്രുതികയും കൊണ്ട് അത് സാധിക്കുന്നത് പേളി കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് പറയണം. ഇപ്പോൾ ഡിസ്നി ലാൻഡിലെത്തിയ സന്തോഷം ഋതികയും ശ്രുതികയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ വ്ളോഗിലെല്ലാം നമുക്ക് കാണാനും സാധിക്കുന്നു. ചെന്നൈയിൽ പോയി അവരെയും വിളിച്ചുകൊണ്ടാണ് ഡിസ്നി ലാൻഡിലേക്ക് പോയത്. വളരെയധികം സന്തോഷമാണ് അവർക്കുള്ളത്. അത്രയും അധികം സ്നേഹവും അവർക്ക് തോന്നുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇതിങ്ങനെ എത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതൊക്കെ വളരെ ദൂരത്തായിരുന്നു ഞങ്ങളുടെ ചിന്തയിൽ. പക്ഷേ ഇത് വളരെയധികം അടുത്തെത്തിയതുപോലെയുണ്ട്. ഋതികയും ശ്രുതികയും പങ്കുവയ്ക്കുന്ന വാർത്ത ഇങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ഋതികയും ശ്രുതികയും പങ്കുവയ്ക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ വൈറലാകാറുമുണ്ട്. പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് എന്ന് പറയാം. ഞങ്ങൾ ശരിക്കും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ഒരിക്കൽ ഡിസ്നി ലാൻഡിലെത്തുമെന്ന്. ഞങ്ങൾക്ക് 24 വയസ്സായി. പക്ഷേ നമ്മളെല്ലാവരും ഡിസ്നി കണ്ട് വളർന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ ഡിസ്നി ലാൻഡിലെത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കും. അവിടെ എത്തി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. നിങ്ങൾക്ക് തോന്നുമായിരിക്കും വളരെ ചെറിയ കാര്യമാണ് എന്നത്. പക്ഷേ അങ്ങനെ ഒരു വളരെ ചെറിയ കാര്യമല്ല. ഞങ്ങൾ അമ്മാവനോടൊപ്പം അമ്മായിയോടൊപ്പം ഇവിടെ സന്ദർശിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങളിവിടെ എത്തുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നവർ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ പ്രേക്ഷകരാണ് വികാരഭരിതരാകുന്നത്. ശ്രീനിഷിൻ്റെ കുടുംബത്തെയും സ്വന്തം കുടുംബത്തെ പോലെയും ശ്രീനിഷിൻ്റെ ആൾക്കാരെയെല്ലാം സ്വന്തം ആൾക്കാരെ പോലെയും കാണുന്ന പേളിക്ക് ഇനിയും നന്മകൾ മാത്രമേ ലഭിക്കൂ. കാരണം അങ്ങനെയാണ് പേളി പെരുമാറുകയും ചെയ്യുന്നത്. ഓരോ തവണയും ഇത്തരത്തിലുള്ള പെരുമാറ്റം പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും എല്ലാവരെയും പാടെ അങ്ങനെ വിശ്വസിക്കാറില്ല. എല്ലാവർക്കും വളരെയധികം നല്ല കാര്യങ്ങൾ സംസാരിക്കാനും പറ്റുന്നുണ്ട്. കാരണം എല്ലാവരും പേളിയെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അറിയുന്നവരെല്ലാം പേളിയുടെ നല്ല സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് വളരെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുവെന്ന് പ്രേക്ഷകരും അത് ഏറ്റെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം വ്യക്തമാവുകയും ചെയ്യുന്നത് അതിനെപ്പറ്റി തന്നെയാണ് എന്നുകൂടി നമുക്ക് പറയാം. ഇപ്പോൾ പ്രേക്ഷകരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകരോടൊപ്പം തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നുവെന്നും ഋതികയും ശ്രുതികയും കുറിച്ചും പറയുന്നുണ്ട് പ്രേക്ഷകർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.